എറണാകുളം ഇടപ്പള്ളിയിൽ 13 വയസ്സുകാരനെ കാണാനില്ല. എളമക്കര സ്വദേശി മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത്. അൽ-അമീൻ സ്കൂളിൽ പരീക്ഷ എഴുതി മടങ്ങിയ കുട്ടിയെയാണ് കാണാതായത്. പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ ചേർന്നു. അമൽ, ചില CCTV ദൃശ്യങ്ങൾ വഴി ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? കുട്ടി എങ്ങോട്ടേക്ക് പോയി എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചന ഏറ്റവും വൈകിയെങ്കിലും വരുന്നുണ്ടോ? സുഹൈൽ, ഏതാണ്ട് ഇന്ന് 9:30 കൂടിയാണ് കുട്ടി അൽ-അമീൻ സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതി പുറത്തിറങ്ങുകയും തുടർന്ന് കാണാതാവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. ഇതിനുശേഷം 2:30 കൂടിയാണ് പോലീസിൽ ബന്ധുക്കൾ വിവരം അറിയിക്കുന്നത്. കുട്ടി വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞതിന് ശേഷവും എത്താതിനെ തുടർന്നാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. ഏതാണ്ട് 5 മണിക്കൂറുകൾക്ക് ശേഷം, വിലപ്പെട്ട 5 മണിക്കൂറുകൾക്ക് ശേഷമാണ് കുട്ടിയെ കാണാനില്ല എന്നൊരു വിവരം പോലീസിന് തന്നെ മനസ്സിലാകുന്നത്. ഏതായാലും ഇപ്പോൾ CCTV-കൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, എടപ്പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം നടത്തുന്നത്. അതിൽ പ്രധാനമായിട്ടും ലുലുവിന് പിന്നിലുള്ള CCTV-യും അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന കളിപ്പാട്ടം വിൽക്കുന്ന കടയിലെ CCTV-യും അതോടൊപ്പം തന്നെ ഇടപ്പള്ളിയിലുള്ള മെട്രോയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും അന്വേഷണത്തിന്റെ ഒരു അങ്ങേയറ്റം പ്രസക്തമായ ഒരു ഘട്ടത്തിൽ എന്തൊക്കെയാണ് തെളിവുകൾ എന്ന് നമുക്ക് വെളിപ്പെടുത്തുക അസാധ്യമാണ്. പക്ഷേ ഈ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ തെളിവുകൾ തന്നെയാണ് ഈ CCTV-യിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അത് കുട്ടി എങ്ങനെയാണ് അവിടെ നിന്ന് പോയത്, അല്ലെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് വേഗത്തിൽ പരീക്ഷ എഴുതി, അതായത് 9 മണിക്ക് തുടങ്ങിയ പരീക്ഷ 9:30 എഴുതി തീർത്ത് പുറത്തിറങ്ങിയതിന് ശേഷം ഈ കുട്ടിയുടെ സഞ്ചാരത്തിൽ ആരൊക്കെയാണ് ഈ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വ്യക്തമായ തെളിവുകളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കുട്ടി ഇവിടെ നിന്നും കാക്കനാട് ഭാഗത്തു നിന്നുള്ള ഒരു സ്വകാര്യ ബസ്സിൽ കയറി മൂവാറ്റുപുഴയിലേക്ക് സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു കുട്ടി പോയിട്ടുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. കാരണം ആ കുട്ടിക്ക് ബാഗ് ഉണ്ടായിരുന്നില്ല. ആ ഒരു CCTV ദൃശ്യങ്ങളും ശേഖരിക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സുഹൈൽ, ശരി. സ്ക്രീനിൽ കാണുന്ന ഷിഫാനെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും കാണുകയാണെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. എന്തായാലും ഈ കുട്ടിക്കായുള്ള തിരച്ചിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പരിശോധന അടക്കം തുടരുകയാണ്.